നമസ്കാരം. പാകിസ്ഥാനിലെ ബന്ദി നാടകത്തിൻ്റെ കാണാപ്പുറങ്ങളിലൂടെ ഒരു സഞ്ചാരം, അതാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. പ്രേക്ഷകരെ, ഞാൻ സാധാരണഗതിയിൽ പാകിസ്ഥാൻ്റെ ഒരു അകത്തളങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ അത് മനസ്സിലാക്കാനൊരു ശ്രമം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാൻ്റെ ഭൂമിയുടെ ഒരു പകുതിയിലധികം 2/3 ബലൂചിസ്ഥാൻ എന്ന പ്രദേശമാണ്. അതൊരു മേഖലയാണ്, അതൊരു പ്രവിശ്യയാണ്. തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയാണ്. ഇറാനോട് ചേർന്ന് കിടക്കുന്ന, വടക്ക് ഭാഗത്ത് അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ബലൂച്ച്, കിഴക്ക് ഭാഗത്ത് സിന്ധാണ്. അപ്പോൾ ഈ ബലൂച്ച് മേഖല വളരെ അവികസിതമായ പ്രദേശമാണ്. പർവ്വതങ്ങൾ, ഊഷരഭൂമികൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. വലിയ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇല്ലാത്ത ഒരു പ്രദേശമാണ്. പക്ഷേ അവിടെ വലിയ തോതിലുള്ള ധാതു നിക്ഷേപമുണ്ട്. ഈ ധാതു നിക്ഷേപത്തിൻ്റെ മേൽ പഞ്ചാബിനൊരു വലിയ കണ്ണുണ്ട്. പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട പ്രവിശ്യയാണ് പഞ്ചാബ്. ഈ പഞ്ചാബിൻ്റെ മേധാവിത്വം ബലൂച്ചുകൾ അംഗീകരിക്കുന്നില്ല. സൈന്യത്തിലെ കണ്ണായ സ്ഥാനങ്ങളിൽ, സാമ്പത്തിക ആക്ടിവിറ്റികളിൽ എല്ലാം തന്നെ ബലൂച്ചുകൾക്ക് പ്രാതിനിധ്യം കുറവാണ്. പഞ്ചാബാണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വർഷങ്ങളായി, ഒരു 3 പതിറ്റാണ്ടായിട്ടെങ്കിലും ബലൂചിസ്ഥാനിൽ വളരെ വലിയ തോതിലുള്ള ആൻറ്റി പാകിസ്ഥാൻ പ്രതിഷേധങ്ങളുണ്ട്. ഒരു സ്വതന്ത്ര പ്രവിശ്യയായി ബലൂചിസ്ഥാൻ രൂപപ്പെടണം, ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി രൂപപ്പെടണം എന്ന ആഗ്രഹം ബലൂച്ച് ഗ്രൂപ്പുകളിലുണ്ട്, ബലൂച്ച് ജനതയിലുണ്ട്. പാകിസ്ഥാൻ്റെ ജനതയുടെ 1/5 മാത്രമാണ് ബലൂചിസ്ഥാനിലുള്ളത്. മിക്കവാറും പ്രദേശങ്ങൾ വിജനമായ പ്രദേശങ്ങളാണ്, പക്ഷേ ധാതു സമ്പന്നവുമാണ്. ഈ കോണ്ടെക്സ്റ്റിലാണ് ബലൂച്ച് നാഷണൽ ആർമി, ബലൂച്ച് ലിബറേഷൻ ആർമി, ഈ ലിബറേഷൻ വിമോചന സൈന്യം ഹൈപ്പർ ആക്റ്റീവ് ആകുന്ന വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന സായുധ സംഘം അനവധി ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ സൈനിക യൂണിറ്റുകൾക്ക് നേരെ, പാകിസ്ഥാനിലെ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ നടത്തിയത്. അതിൽ പ്രധാന ഒരു ഏടായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന ട്രെയിൻ ബന്ദി സംഭവം. ഒരു ട്രെയിൻ, അത് ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനമായ ക്വറ്റയിൽ നിന്നും ഖൈബർ പഖ്തൂൺഖ മേഖല, അത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസാണ്, വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ്. ആ പ്രവിശ്യയുടെ പ്രധാന പട്ടണമായ പെഷാവറിലേക്ക് ഉള്ള യാത്രയിലാണ്. അവിടെ ആ ട്രെയിൻ രാവിലെ 9 മണിക്ക് പുറപ്പെട്ട ട്രെയിൻ അധികം താമസിക്കാതെ തന്നെ ഒരു തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു 17 തുരങ്കങ്ങളുടെ വലിയ ശൃംഖലയാണ്. ആ ഭാഗം പർവ്വത പ്രദേശമാണ്. അതിൽ ഒരു തുരങ്കം, ആ തുരങ്കം മഷ്റാഫ് തുരങ്കം. അപ്പോൾ ആ ഒരു മഷ്റഫ് തുരങ്കത്തിലേക്ക് കയറുന്ന ആ ഒരു സമയത്ത് വലിയ സ്ഫോടനങ്ങൾ, വലിയ ആക്രമണങ്ങൾ, തൊക്കുധാരികളായ ചുറ്റും നിന്നുകൊണ്ട് ആക്രമണങ്ങൾ, അങ്ങനെ ട്രെയിൻ അവിടെ തടയപ്പെടുകയാണ്. ലോകോ പൈലറ്റ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. 500ഓളം പേരുള്ള ട്രെയിനിൽ ഏതാണ്ട് 500ഓളം പേരിൽ കുറച്ച് പേര് രക്ഷപ്പെട്ടു. കുറച്ചുപേരെ പാകിസ്ഥാൻ സൈന്യം രക്ഷപ്പെടുത്തി. സൈന്യം ഒരു വ്യോമാക്രമണം നടത്തി രക്ഷപ്പെട്ടു. പക്ഷേ അവശേഷിക്കുന്ന 150-ൽ പരം ബന്ദികൾ ഇപ്പോഴും ട്രെയിനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരുടെ മോചനമാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ ആക്രമണത്തിൽ യഥാർത്ഥത്തിൽ ജീവൻ പൊലിഞ്ഞു. 30ഓളം പാകിസ്ഥാൻ സൈനികരുടെ ജീവൻ പോയി എന്നാണ് കരുതപ്പെടുന്നത്. അത് ഇവരെ മോചിപ്പിക്കാനെത്തിയ സൈനികരാണോ അതോ ഈ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്തിരുന്ന സൈനികരാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഈ ട്രെയിനിൽ പാകിസ്ഥാൻ ആർമിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്, ISI ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന ചാര സംഘടനയിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട പല ആളുകളും, പാകിസ്ഥാൻ രാഷ്ട്രത്തിന് പ്രിയങ്കരായ പല അധികാരികളും ഉണ്ടായിരുന്ന ഒരു ട്രെയിനാണ് ഇപ്പോൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, പ്ലെയിൻ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നെപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷേ ട്രെയിൻ ഹൈജാക്ക് എന്ന് പറയുന്നത് അത്യപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. പക്ഷേ ചരിത്രത്തിൽ അങ്ങനെ നിരവധി ട്രെയിൻ ഹൈജാക്കിങ്ങിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ഉഗ്രമായ ഒരു ഹൈജാക്കിംഗ് ആയിപ്പോയി എന്നതാണ്. ഇനി അതിൻ്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇത് സംഭവമാണ്, ഞാനിപ്പോൾ വിവരിച്ചത് സംഭവമാണെങ്കിൽ അതിലെ അന്തർലീനമായ പ്രധാന വിഷയം കണക്ടിവിറ്റിയാണ്. പാകിസ്ഥാനിലെ തെക്കൻ പ്രദേശത്തുള്ള ബലൂചിസ്ഥാനിൻ്റെ തന്നെ തെക്ക് പടിഞ്ഞാറുള്ള അറബിക്കടലിലേക്ക് തുറക്കുന്ന തുറമുഖമാണ് ഗ്വദ്ദാർ തുറമുഖം. ഗ്വദ്ദാർ തുറമുഖം വളരെ വലിയ തോതിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് പാകിസ്ഥാൻ. അതിന് ചൈനീസ് സഹായം വലിയ തോതിൽ ലഭിക്കുന്നതുകൊണ്ട്. അപ്പം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, പഴയ ചൈനയുടെ സിൽക്ക് റൂട്ടിൻ്റെ പുനരുദ്ധാനമാണ് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി. അങ്ങനെ ഈ മധ്യ
പൗരസ്ത്യ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന, ഏഷ്യയുടെ മധ്യത്തിലൂടെ ചൈനയിൽ നിന്നും യൂറോപ്പിലേക്ക് കടന്നു പോകുന്ന സിൽക്ക് റൂട്ടിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന അനേക ഇടനാഴികളിൽ ഒന്നായി വരുന്നത് ഗദ്ദാറിൽ നിന്ന് തുറപ്പെടുന്ന ക്വറ്റ വഴി, പെഷാവർ വഴി ചൈനീസ് അതിർത്തിയിലേക്ക് എത്തുന്ന പാക് അധിനിവേശ കാശ്മീരിലൂടെ, ഇന്ത്യയുടെ പരമാധികാര പ്രദേശമായി ഇന്ത്യ കരുതുന്ന ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീറായി കരുതുന്ന ഇതിൻ്റെ ഒരു ഭാഗമായ ജിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലൂടെ ചൈനയിലേക്ക് എത്തുന്ന ആ ഒരു പാത, ആ പാതയിൽ പെടുന്ന ഒരു റെയിൽവേ ട്രാക്കിൽ വെച്ചാണ് ഈ അപകടം അല്ലെങ്കിൽ അത്യാഹിതം അല്ലെങ്കിൽ ബന്ദി സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ പദ്ധതിക്കെതിരെ, ചൈനീസ് ഇൻവോൾവ്മെൻറ്റിനെതിരെ നിരന്തരമായ പോരാട്ടമാണ് ബലൂച്ച് വിപ്ലവകാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വശം ചൈനീസ് എഞ്ചിനീയർമാർ തുറമുഖം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി അനേക ബാച്ചുകളായി എത്തുന്ന ചൈനീസ് ഉദ്യോഗസ്ഥന്മാരെ തട്ടിക്കൊണ്ടുപോവുക, വധിക്കുക, അവർക്കെതിരെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക, റെയിൽ നെറ്റ്വർക്കിനെതിരെ, അവിടുത്തെ കണക്ടിവിറ്റി തകർക്കുന്ന രീതിയിൽ റെയിൽ നെറ്റ്വർക്കിന് നേരെ ആക്രമണം നടത്തുക. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ഒരു വർഷമായി ഇൻറ്റൻസിഫൈ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. 2024 ജനുവരിയിലും 2024 നവംബറിലുമായി നടന്ന ഭീകര ആക്രമണങ്ങൾ, ഈ ആക്രമണങ്ങളിലെല്ലാം പൊലിഞ്ഞത് നൂറുകണക്കിന് ജീവനാണ്, സൈനികരുടെയും അല്ലാത്തവരുടെയും ജീവനാണ് അവിടെ പൊലിഞ്ഞത്. അപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി ടാർഗറ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയാണ്. അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്, ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യമാണ്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യമെന്ന് പറയുന്നത് ഇതിന് പിന്നിൽ ആര്? അപ്പോൾ ചത്തത് കീചകൻ എങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ഒരു ലളിത യുക്തി അനുസരിച്ച് ഇന്ത്യയാണ് ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽകുന്നത് എന്ന ഒരു ആരോപണമുണ്ട്. അതിന് സ്ഥിരീകരണമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഔപചാരികമായ യാതൊരു സ്ഥിരീകരണവും ഇങ്ങനെയൊരു വാർത്ത കൊടുത്തിട്ടുമില്ല. മാത്രമല്ല, ഇപ്പോൾ വൈകി റഷ്യ പാകിസ്ഥാൻ ബന്ധം മെച്ചപ്പെടുകയാണ്. പാകിസ്ഥാൻ്റെ പ്രധാന തുറമുഖമായ കറാച്ചി, അത് സിന്ധിലാണ്, തെക്ക് അറബിക്കടലിലേക്ക് തുറക്കുന്ന തുറമുഖമാണ്. സിന്ധിൽ നിന്നും ഖൈബർ പഖ്തൂൺഖ വഴി അതിന് മുൻപ് തന്നെ ബലൂചിസ്ഥാനിലെത്തി, ഖൈബർ പഖ്തൂൺഖയിലെത്തി, അവിടെ നിന്ന് തുർക്ക്മേനിസ്ഥാൻ, കസാക്കിസ്ഥാൻ വഴി റഷ്യയിലേക്ക് എത്തുന്ന മറ്റൊരു പാതയും ഇപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അത് ഫെബ്രുവരി 15 ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. ഒരുപക്ഷെ അത് കടന്നു പോകുന്നതും ഈ പറയുന്ന മേഖലയിലൂടെയാണ്. അപ്പോൾ ഈ മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. ബലൂച്ച് മേഖല തർക്ക മേഖലയായി വരുമ്പോൾ റഷ്യയും ആ ഒരു പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള സാധ്യതയാണ്. ഇപ്പം ചൈന വലിയ തോതിലാണ് അസംതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ചൈനീസ് ടെക്നീഷ്യൻസിന് നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണത്തിൽ വളരെ വലിയ അസംതൃപ്തിയാണ് ചൈനീസ് ഗവൺമെൻറ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റഷ്യയും ചൈനയും പാകിസ്ഥാന് നൽകുന്ന സഹായ സഹകരണങ്ങൾ വൃഥാവിലാകുന്ന കാഴ്ചയാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്നത്. ഇത് കണ്ടുകൊണ്ട് ഇന്ത്യ വളരെ ഊറിച്ചിരിക്കുകയാണ്. കാരണം ബലൂച്ച് മേഖല ഇറാനോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. ഇറാനുമായി തരക്കേടില്ലാത്ത ഒരു ബന്ധം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഇറാൻ്റെ തുറമുഖമായ ചബഹാർ തുറമുഖം വികസിപ്പിക്കാൻ ഇന്ത്യ വളരെ വലിയ തോതിൽ പണം മുടക്കുന്നു. ചബഹാറിൽ നിന്നും ഇറാനിലൂടെ തന്നെ വടക്കോട്ട് പോയി മധ്യ ഏഷ്യയിലെ രാജ്യങ്ങൾ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തർക്ക്മേനിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്ന മേഖല, അതൊക്കെ വാതക ബെൽറ്റാണ്. പ്രകൃതിവാതകവും CNGയും ഒക്കെയുള്ള നല്ല ഒരു മേഖലയാണ്. അവിടെ നിന്നും റിസോഴ്സസ് റൂട്ട് ചെയ്യാനുള്ള ഇന്ത്യയുടെ ശ്രമം അതിലേ നടക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഇതേ രീതിയിലുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയും ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് വലിയ സാധ്യതയും കാണുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീളുന്നത്. ബലൂചിസ്ഥാൻ്റെ പ്രക്ഷോഭം അടിച്ചമർത്താൻ പാകിസ്ഥാൻ സർവ്വശക്തിയും ഉപയോഗിക്കും എന്നത് ഉറപ്പാണ്. പക്ഷേ അനവധി ജീവൻ ഓൾറെഡി പൊലിഞ്ഞു കഴിഞ്ഞു. ഈ ബന്ദി നാടകം അവസാനിക്കുമ്പോൾ തീർച്ചയായും പാകിസ്ഥാന് തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയാണ് വരുന്നത്. ഭീകരരുടെ ഭീഷണിക്ക് ഒരു പരിധിവരെ വഴങ്ങുന്ന പാകിസ്ഥാനാണ്. ഏറിയൽ ബോംബാർഡ്മെൻറ്റ്, വ്യോമാക്രമണമൊക്കെ നടത്തിയെന്ന് പറയുമ്പോഴും അത് വിജയകരമായ പരിസമാപ്തിയിലെത്തിക്കാൻ പാകിസ്ഥാന് കഴിയാതിരുന്നത് ഒരു ദുഃഖമായി, പാകിസ്ഥാൻ സ്റ്റേറ്റിൻ്റെ ഒരു ദുഃഖമായി അവശേഷിക്കുന്നു. പാകിസ്ഥാൻ എന്ന സ്റ്റേറ്റ്, രാഷ്ട്രം ഫെയിൽഡ് സ്റ്റേറ്റായി മാറുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമായി ബലൂച്ച് പ്രശ്നത്തെ ഇപ്പോൾ കാണാം.